ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും അറിയിക്കണം കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ തോട്ടത്തിലിറങ്ങി എൻ്റെ അഡീനിയം പ്ലാന്റ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ഫ്ലവർ ചെയ്ത് നിന്നിരുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു കേട്ടോ. അവരെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഇതതിലെ ഒരു പ്ലാന്റ് ഒരു ദിവസം നോക്കുമ്പോൾ അതിൻ്റെ വേര് കോഡക്സിന് അടിവശം ഇത്തിരി സ്പോഞ്ച് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ നല്ല ചീയൽ കയറുകയാണ്. അപ്പം ഞാൻ അതിനെടുത്ത് അവിടെ കൊണ്ട് കട്ട് ചെയ്തു. നമ്മളിങ്ങനെ കാണുമ്പോൾ അപ്പോൾ അവിടെ അത് ഏത് ഭാഗത്താണോ അത് വരുന്നത് അവിടെ കട്ട് ചെയ്ത് മേലേക്ക് കൊണ്ടുവന്ന് എവിടെ അത് ചീയൽ അവസാനിക്കുന്ന അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അല്ലാതെ കുറച്ച് ഭാഗം നിർത്തി ഇങ്ങനെ ചുരണ്ടി കളഞ്ഞാലൊക്കെ അത് വീണ്ടും കാരണം നമ്മളത് ഇങ്ങനെ ചുരണ്ടി വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ കേടാവും, വീണ്ടും കൂടുതലായിട്ട് അസുഖം കൊണ്ട് ബാധിക്കും വരെ. അപ്പോൾ കറക്റ്റ് അവിടെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് നല്ലത്. അപ്പം അങ്ങനെ എന്നിട്ട് സാഫൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇത് വേറൊരു ചെടിയുടെ ഒരു കമ്പ്, അതിനെ കട്ട് ചെയ്തെടുത്ത് ചീയലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയട്ടെ, മഴയൊക്കെ നല്ല മാറിയതിന് ശേഷം മാത്രമേ ഞാനിതിനെ പോട്ട് ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ചീയൽ കയറും. ഇതിപ്പോൾ അവിടെ ഇരുന്ന് ഡ്രൈ ആയി ഒക്കെ ശരിയായി വരട്ടെ. എന്നാലും അത്രയും ദിവസം ഇരുന്നാലും ഇവർക്ക് കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. പിന്നെ കണ്ടോ, ഒരു പ്ലാന്റ് ദിവസവും ഇവരെ വന്ന് നോക്കണം. ഇത് ലീഫ് നോഡിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ടേ ഇങ്ങനെ സംഭവിക്കുന്നതാ. എന്നും ഓരോരുത്തർക്ക് ഇങ്ങനെ അസുഖമാണ്. അപ്പോൾ അത് നോക്കുക, അത് മുറിച്ച് അതിൻ്റെ അവിടെ സാഫ് പറ്റി കൊടുക്കുക, അത് മാത്രമേ അതിന് രക്ഷയുള്ളൂ. ഇത് കുറച്ച് നാളില്ല, കുറച്ച് ദിവസം, ഒരു ആദ്യത്തെ മഴ വന്ന് 2-3 ദിവസത്തെ കൊണ്ടു. അതാണ് കുഴപ്പമായത്. മഴ കൊള്ളാതെ ഇരിക്കുന്നവർക്കൊന്നും വലിയ ലീവ്സൊന്നും കൊഴിഞ്ഞിട്ടില്ല, അങ്ങനെയുണ്ട്. പക്ഷെ അവരും ഓരോ തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതല്ലെങ്കിൽ വേറൊരു പ്രശ്നം അവർ കാണിക്കും. മഴക്കാലം അങ്ങനെയാണ് അടീനിയത്തിന്. അപ്പോൾ ഇത് കണ്ടോ, ഇത് വേറൊരു ചെടി, അതിനെ 2 ദിവസം മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സാഫൊക്കെ പറ്റിയിട്ട്. പക്ഷെ വീണ്ടും ഇറങ്ങി അതിന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഓരോ ചെടിയും എല്ലാ ദിവസവും വന്നിങ്ങനെ നോക്കണം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കാണുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മളതിനെല്ലാം സേഫാക്കി വെച്ചിരിക്കുന്നത് വെച്ചെങ്കിൽ പെട്ടെന്ന് വന്ന് നമുക്ക് നോക്കിയത്. ഇപ്പം ഞാൻ വർക്ക് ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വന്ന് നോക്കാം, എല്ലാ ചെടികളെയും വന്നൊന്ന് നോക്കും, വല്ല കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും. ഒക്കെ ഇന്നിപ്പോൾ നോക്കി നാളെ നോക്കിയില്ല, മറ്റന്നാളേക്ക് വീണ്ടും വന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കമ്പിന് അപ്പം കേട് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മളതവിടെ കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സാഫ് തേക്കുക. ഇത് കണ്ടോ, ഇത് കുറച്ച് വലിയൊരു പ്ലാന്റാണ്. അതിനെ ഇങ്ങനെ 2-3 പ്രാവശ്യമായി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ കഴിയണതും കമ്പ് നീളത്തിൽ അവിടെ നിന്നോട്ടെ. ഇനി വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് മുറിച്ച് കറക്റ്റ് ചെയ്യാലോ, ശരിക്കും പ്രൂണിങ് നടത്താലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ വല്ലാതെ കട്ട് ചെയ്യാതെ കൊടുക്കണം. അപ്പോൾ അവർ മെല്ലെ ഇറങ്ങി പോവുകയാണ് ആ കേട്. അപ്പോൾ ഇനി അതിനൊക്കെ ഒന്ന് കുറച്ച് നന്നായിട്ട് തന്നെ മരുന്ന് ഈ സാഫ് പുരട്ടി കൊടുക്കണം. അതാണ് ഇപ്പോൾ ചെയ്യാൻ, വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് സാഫ് പുരട്ടി കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ടേ. മഴക്കാലത്ത് അല്ലെങ്കിൽ ഇവർക്ക് ഇത്തിരി ഇത് വളർച്ചയില്ല. അപ്പോൾ സാഫ് കുറച്ച് സാഫ് ഒന്ന് പുരട്ടുമ്പോൾ അവരുടെ ഇതൊന്ന് ഫ്രീസായ പോലെയാവും വളർച്ച. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സ്ട്രോങ് ആയിട്ട് പുരട്ടി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുഴപ്പമില്ലാതെ ശരിയായി വന്നോളും. സാഫ് എടുത്തെടുത്തിൻ്റെ സാഫൊക്കെ തീർന്നു. ഇനി വേണമെങ്കിൽ വേറെ വാങ്ങിയിട്ട് വേണം. അങ്ങനെ ഇവർക്ക് നല്ലോണം ഇത് തളിച്ച് കൊടുക്കുകയും ചെയ്യും. കട്ട് ചെയ്തെടുത്ത് പുരട്ടി കൊടുക്കും. അതുകൂടാതെ ആഴ്ചയിലൊരിക്കൽ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ സാഫ് വെള്ളത്തിൽ കലക്കിയിട്ട് അതും തളിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊക്കെയാണ് ഇവർ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്.
നാടൻ ചെടികൾക്കൊന്നും പുറത്ത് അങ്ങനെ വെച്ചാൽ വലിയ കുഴപ്പമില്ല, എന്നാലും അത് പുറത്ത് വയ്ക്കാറില്ല. ഇത് കണ്ടില്ലേ, ഇത് വലിയൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ, പൊട്ടിത്തഴച്ചിട്ടുണ്ടായിരുന്നത്. ദിവസവും ഓരോ കമ്പിൽ ചെയ്യലാണ്. അതിനെ വെട്ടി വെട്ടി ഈ പരുവത്തിലായി എൻ്റെ മൂപ്പര്. ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഏകദേശം ചെയ്യലൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിയായി വരും. ഇത് ഈ ലീഫിനോട് കൂടെയാണ് ഈ വെള്ളം മഴക്കാലത്ത് ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. കൂമ്പ് ചീയൽ എന്നൊക്കെ പറയും. അത് രക്ഷപ്പെടുത്തി എടുക്കണം. കുഴപ്പമില്ല, ഒക്കെ ശരിയായി വരും. കണ്ടോ, ഇതാണ് ഈ ലീഫിനോട് കൂടെ ഓരോന്നിൻ്റെയും ചിലതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ടാണ് ഈ ചീയൽ കയറി വരുന്നത്. അപ്പോൾ അത് ദിവസവും വന്ന് നോക്കുക, മരുന്നൊക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഒക്കെ എല്ലാവരും ഇല പൊഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താവും ഇവരുടെ അവസ്ഥ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ചൊരു പ്രശ്നം, അത് നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കി സംരക്ഷിക്കണതുകൊണ്ട് അവർ രക്ഷപ്പെടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി മഴക്കാലം കഴിയണം ഇവരൊന്ന് ജീവൻ വെച്ച് വരാൻ. അപ്പോൾ നമുക്കിതിനെ വെയിലത്തേക്ക് തന്നെ എടുത്ത് വെക്കണം കേട്ടോ. വെയിലത്തേക്ക് എടുത്ത് വെച്ച് അപ്പോൾ നന്നായി കുറച്ചൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. കോഡക്സൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടേ. അങ്ങനെ ഇത് മഴ കൊള്ളാതെ ഇരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്. അവർക്ക് നല്ല ലീവ്സൊക്കെ ഉണ്ട്. പക്ഷേ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് വേറെ പ്രശ്നങ്ങളാണ്. ഇത് ഞാനൊരു ഒരാഴ്ച മുന്നേ കുറച്ച് മരുന്നൊക്കെ തളിച്ചതാണ്. മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സാഫും ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡും കൂടി മിക്സ് ചെയ്താണ്ട്, ഞാൻ ഇതിൽ മാജിക് എന്ന് പറഞ്ഞ പെസ്റ്റിസൈഡാണ്. ആ പെസ്റ്റിസൈഡും കൂടിയിട്ടാണ് മിക്സ് ചെയ്ത് തളിച്ചു കൊടുത്തത്. പക്ഷേ കുറച്ച് എല്ലാം ഒട്ടുമുക്കാലും പോയി, എന്നാലും ബാക്കിയുള്ളതാണ് ഒന്നും കൂടിയും തളിച്ചു കൊടുക്കാറായിട്ടുണ്ട്. ഇത് ഇവരെ മാത്രമല്ല കേട്ടോ ഈ കേട് ബാധിക്കുന്നത്, ഒരുവിധം പ്ലാന്റ്സിനൊക്കെ ഇത് വരുന്നുണ്ട്. കണ്ടോ, ഇത് ജട്രോഫയാണ്. ഈ ജട്രോഫയുടെ മുകളിലും അത് വന്നിട്ട് അതിൻ്റെ കൂമ്പ് കൊണ്ട് ചുരുണ്ടുകൊണ്ടാവും ഒക്കെ ഒരു പ്ലാന്റ് കാണാൻ ഭംഗിയില്ലാണ്ടാവും. ഇതാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതൊരു തൊപ്പിക്കുട. അത് ഞാൻ ഒരു തൊപ്പിക്കുട വാങ്ങിയതാണ്. മഴയത്ത് ഇറങ്ങി പണിയെടുക്കുമ്പോഴേ ഞങ്ങൾ തൊപ്പിക്കുട എന്നാട്ടോ പറയുക. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് തൊപ്പിക്കുട വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ല സൗകര്യം കേട്ടോ, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മഴയത്തിറങ്ങി പണിയെടുക്കുമ്പോഴേ ഒരു കുഴപ്പമില്ല. കുറച്ച് അത്യാവശ്യം ചാറ്റൽ മഴയത്തും നിന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആദ്യമായിട്ട് വെച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാന്റ്സൊക്കെ കണ്ടില്ലേ, ഇതാണ് ഇലകളൊക്കെ നിൽക്കുന്ന വലിയ പഴയ നാടൻ അടിയനിയം. അപ്പം എൻ്റെ പ്ലാന്റ്സൊക്കെ കണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബായ്.